നീ അവളെ കണ്ടവാനം തല്ലി. അവളത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. അതിപ്പോഴല്ലേ? അച്ഛനും അമ്മയൊക്കെ വേഷം കെട്ടി ഞാൻ അവളെ വളർത്തി വലുതാക്കിയപ്പോഴല്ലേ? എനിക്കും അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ടിറ്റോ നിന്റെ ഫ്രണ്ട് അല്ലേ? അതിന് അവൾക്ക് അവന് ഇഷ്ടമാണ്. നടക്കില്ല ദേവേട്ടാ, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബ്രാഹ്മണരായി അന്തസ്സോടെ ജീവിക്കാൻ ഗതിയില്ലാഞ്ഞിട്ടാ നേദിച്ച പാൽപ്പായസത്തിൽ വിഷം കലക്കി കുടിപ്പിച്ച് ഒരു കുടുംബം മുഴുവൻ ഇല്ലാതാക്കാൻ എന്റെ അച്ഛൻ തീരുമാനിച്ചത്. ദീപം ദീപം അമ്മേ, അച്ഛനും അമ്മയും മരിച്ചു. അവരുടെ പുണ്യം കൊണ്ടല്ലേ ദേവേട്ട ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ദേവേട്ട, വേണി അന്തസ്സുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ കെട്ടിച്ചേക്കുന്ന ചുമതല എനിക്കാ. ഞാൻ അവളെ ടിറ്റോയെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആണ്ടിലൊരിക്കലെങ്കിലും ധ്യാനത്തോടെ ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്ക് നീട്ടുന്ന ബലിച്ചോറ് എച്ചിലായി പോകും ദേവേട്ട. ഒരു വിധത്തെ സാധ്യം ചെറുക്കനെ കയറ്റി വിട്ടു. രണ്ട് വിസ, ഒന്ന് എനിക്കും ഒന്ന് ഫ്രെഡിക്കും, പിന്നെ ഒരു ടൂറിസ്റ്റ് വിസ ആ വല്ലഭായിക്ക്. 3 ഭാരം ഏറ്റോണ്ട് അവനങ്ങ് പറന്നു. ഇനിയിപ്പോ പറഞ്ഞു നടക്കാമല്ലോ, വിസ ശരിയാക്കാൻ സാധനം അയച്ചിട്ടുണ്ട്, സാധനം വിസ ശരിയാക്കും, വിസ ശരിയായവരുടെ ഞങ്ങൾ ഗൾഫിലേക്ക് പറക്കും എന്നൊക്കെ പറയാമല്ലോ, പറഞ്ഞു നടക്കാമല്ലോ. എന്താ എയർപോർട്ടിൽ വരാതിരുന്നേ? വേണിക്ക് നല്ല സുഖമില്ല. എന്തു പറ്റി? കരയാതെ വേണി. രാമസ്വാമിയോട് ഞാൻ സംസാരിക്കാം. സംസാരിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ദേവേട്ടാ, പെണ്ണുങ്ങളുടെ അസുഖത്തെ കുറിച്ച് അവിവാഹിതർ ഡീറ്റെയിൽസ് ചോദിക്കാൻ പാടില്ല. എന്നാലും അമ്മാളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ചായൻ പോയിക്കോ, ഞാൻ വന്നേക്കാം. പോട്ടെ അല്ലയാ. എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ദേഷ്യപ്പെടരുത്. രാമസ്വാമി ട്രെയിനിങ്ങിന് പോകുമ്പോ വേണിയെ ഞാൻ വീട്ടിൽ കൊണ്ട് നിർത്തിക്കോട്ടെ? വേണ്ട. അവളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടാണോ പോകുന്നത്? അല്ല, അത് ശരിയാവില്ല. മധുരയിൽ എൻ്റെ ഒരു ബന്ധുവുണ്ട്, സീതമാമി. അവരുടെ വീട്ടിൽ കൊണ്ടാക്കും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? അച്ചായനും വേണിയും തമ്മിൽ ഇഷ്ടമാണ്. അടുത്ത മാസം അച്ചായൻ പോവും. ഉടൻ തന്നെ ജോലിയും ശരിയാവും. അപ്പൊ പിന്നെ നടക്കില്ല ഫിഫി. പെട്ടെന്നുള്ള ആവേശത്തിൽ നമുക്കെല്ലാവർക്കും പല ആഗ്രഹങ്ങളും തോന്നും. അതുപോലെ ഒന്നേ ഉള്ളൂ ടിറ്റോയും വേണിയും തമ്മിലുള്ള അടുപ്പം. രണ്ടുപേരും മറന്നേ പറ്റൂ. എത്ര പെട്ടെന്ന് പറഞ്ഞു. പെട്ടെന്നല്ല, ആലോചിച്ച് തന്നെയാ പറഞ്ഞത്. എന്റെ മനസ്സിലുണ്ട് ആഗ്രഹങ്ങൾ. വേണിക്ക് വേണ്ടിയാ ഞാനതൊക്കെ മാറ്റിവെക്കുന്നത്. തനിക്കറിയോ തന്നെ എനിക്ക് എന്തിഷ്ടമാണെന്ന്? എത്രയോ നാളുകളായി. എന്തെങ്കിലും തരത്തിൽ ഒരു സൂചനയെങ്കിലും ഞാൻ തന്നിട്ടുണ്ടോ? ആകട്ടെ, ഞാനും ചെറുപ്പ. ഈ വീടിന് വേണ്ടിയും മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയും ഞാനും വേണിയും ഞങ്ങളുടെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ചേ പറ്റൂ. ഞാനും എന്റെ പെങ്ങളും ഈ വീടും ഫിഫിക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റും. ടിറ്റോയ്ക്ക് അതിന് കഴിയില്ല. ഫിഫി അവനെ പറഞ്ഞു മനസ്സിലാക്കണം. അവരെന്നെ കാണരുത്. ഒരു ഗ്ലാസ് അമ്മ വെള്ളം പോലും ചേർക്കാതെ ഒറ്റ വലിപ്പിന് കുടിച്ചു തീർത്തത് കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ വാടിപ്പോയത്. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത് എവിടെ കിട്ടി? അടുക്കളയിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുക. അതാ കൂടെ കൂടെ ഇൻസ്പെക്ഷൻ. ഇവിടെ ഉണ്ടാക്കുന്ന ചാപ്പാട് മുഴുവൻ ഇവിടെ ഉള്ളവരും ചുറ്റുപാടുള്ളവരും തിന്ന് തീർക്കുക. അല്ലാതെ ഇവിടെ ഒരു ബിസിനസ്സും ഇല്ല, ടൂറിസ്റ്റും ഇല്ല.
അടച്ചു പൂട്ടാമെന്ന് വെച്ചാൽ രണ്ടെണ്ണം അപ്പ വരും അവകാശം പിടിക്കും, എല്ലാം വിറ്റ് തൊലയ്ക്കും. അതുകൊണ്ട് ഇതങ്ങ് നടത്തിക്കൊണ്ട് പോവുക. ആ ഹിരോഷിനാണെങ്കിൽ രാഷ്ട്രീയത്തിലാണ് താല്പര്യം. അവനെ എങ്ങനെങ്കിലും ഒരു MLA ആക്കണം. ആകും. ഈ പോക്ക് പോയ MLA അല്ല മന്ത്രി വരെ ആവും. പരന്തു അവൻ എല്ലാ ചുറ്റുകളിയും അറിയാം. അവൻ നല്ല മിടുമിടുക്കനായ ഒരു അയ്യോ. എന്താ ജഗത് പിള്ളേ? കുപ്പി എവിടെ? കുപ്പി? ഏത് കുപ്പി? റമ്മിന്റെ കുപ്പി എവിടെയെന്ന് ഏ? രണ്ടുപേരും മാറുന്നില്ലേ? പോയി നോക്കണമല്ലോ. ജഗതു, മിണ്ടിപ്പോകരുത്. അവിടെ ഒന്നും കാണുന്നില്ല. ഇത് നീ കണ്ടെന്ന് പറഞ്ഞതോ? 38 വർഷം നിന്റെ കൂടെ ജീവിച്ചിട്ട്. ചേട്ടാ എത്ര വർഷം പറഞ്ഞത്? 38 വർഷം. താൻ സോസിന്റെ കുപ്പിയിൽ റമ്മൊഴിച്ച് അമ്മ കൊടുക്കാൻ ഞാൻ കണ്ടല്ലോ. ആ കുപ്പി എവിടെ? ഇതാണോ കണ്ടത്? ഇത് തന്നെ, ഇത് തന്നെ. പരന്തു ഇത് സോയാബീൻ സോസാണ്. മാഡം മണപ്പിച്ച് നോക്കൂ. ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ ഐറ്റം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പിള്ളസാൻ എന്നോട് പറഞ്ഞു. പാവം മനുഷ്യൻ. അതിനു വേണ്ടിയാ ഈ സോയാബീൻ സോസ് ഞാൻ എടുത്തത്. അതൊരു തെറ്റാണോ? എന്റെ ചിക്കൻ സത്യമുള്ളതാ. കർക്കിടക ചിക്കൻ സത്യമായിട്ട് ഞാൻ പറയാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ മോഷ്ടിക്കുമായിരിക്കും, പക്ഷെ എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ എന്നെ പിരിച്ചുവിട്ടേക്കൂ. ഞാൻ ഗോവയിലുള്ള എന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോളാം. എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. പാവ സ്ത്രീ. ചേട്ടാ ചെറുപ്പത്തിൽ ഈ സ്ത്രീക്ക് ഭ്രാന്തുണ്ടായിരുന്ന? തനിക്ക് നാണ അവരോട് തെണ്ടി ഒരവണ ആ മനുഷ്യൻ കഴിക്കുന്നില്ല. തനിക്ക് എന്താ വിഷമം? തന്റെ അപ്പന്റെ കാശൊന്നല്ലോ. ഇങ്ങോട്ട് വാടാ രാമ. സുഖമായിട്ട് കുളിക്കല്ലേ. അനാമന തൻ തൃപ്തി അനാമന. കുഴപ്പമില്ല. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? ഞാൻ നിന്നോട് സംസാരിക്കണമെന്ന്. എന്നോട് സംസാരിക്കാനാ വന്നെങ്കിൽ എന്റെ വീട്ടിന്റെ ഡ്രോയിങ് റൂമിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. അല്ലാതെ എന്റെ പെങ്ങളെയും കൂട്ടി ഇവിടെ നിന്ന് സംസാരിക്കുന്നത് തെണ്ടിത്തരവാടാ. കാര്യം അറിയാതെ പ്രായമായ പെങ്ങളെ തൊഴുക്കി അടിക്കുകയും ചെയ്യുന്നതാടാ തെണ്ടിത്തരം. എന്റെ പെങ്ങളെ ഞാൻ അടിക്കോ തൊഴിക്കോ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. അത് ചോദിക്കാൻ നീ ആരുടെ ബാസ്റ്റേഡ്? Never call me a bastard again. ഞാൻ പോകാൻ തേവട്ടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ജീവിച്ചിരുന്ന വേണേ കെട്ടും. നീ കെട്ടത്തില്ല. ഇവളെന്റെ പെങ്ങളാണെങ്കിൽ നീ ഇവിടെ കെട്ടത്തില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടായി ഞാൻ വേണേ കെട്ടൂടാ. നീ കെട്ടത്തില്ല. You bloody I will kill you man. നീ കെട്ടത്തില്ല. നീ കെട്ടത്തില്ല.